ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ പണിക്കാരൊക്കെ വന്നിട്ടുണ്ട്. പണിക്കാരെന്ന് പറഞ്ഞോടെ നമ്മളെ സുഹൃത്തുക്കളെ പോലെയാണ്. കാരണം നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നവരാണ്. അപ്പോൾ അവർ ഇത്രയും വയനാട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ അടുത്തൊന്നും എന്താ പണിക്കാറില്ല, എന്തിനാ ഇത്രയും ദൂരത്ത് നിന്നൊക്കെ. അത് അങ്ങനെ അടുത്ത പണിക്കാർ റിലേറ്റീവ് അങ്ങനെയൊന്നുമല്ല. നമുക്ക് പിന്നെ ഇവർ എന്താ പറയുക, പിന്നെ ആ ഒരു നമ്മളിപ്പോൾ വയനാട് ഒരു പരിപാടി ഒരു കല്യാണത്തിന് പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ കണ്ടപ്പോൾ ഇങ്ങനെ പറയല്ലേ, ഇങ്ങനെ പറഞ്ഞു നമ്മുടെ വീട്ടിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ട്, അപ്പോൾ വർക്കെല്ലാം ഉണ്ടെങ്കിൽ വിളിച്ചു അങ്ങനെയെല്ലാം പറഞ്ഞ് അതിനുശേഷം പിന്നെ കോൺടാക്റ്റൊക്കെ സേവ് ചെയ്ത് പിന്നെ മൂപ്പര് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കും എന്തെല്ലാം വർക്കെല്ലാം എന്തായി എന്നൊക്കെ. അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മളൊരു മൂപ്പരൊരു സ്പിരിറ്റ് തന്നെ കണ്ടിട്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ റെഡിയായത്. നമ്മളിങ്ങനെ മറന്ന് കേൾക്കുമ്പോൾ മൂപ്പരുടെ എന്താ വർക്കൊന്നും റെഡി ആയില്ല അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഉപയോഗം ചെയ്യണം എന്നുള്ളൊരു ഇത് വരുമല്ലോ. അപ്പോൾ അങ്ങനെ മൂപ്പരെ തന്നെ വിളിച്ചാണ്. അപ്പോൾ നമുക്ക് നവലൊന്ന് പരിചയപ്പെടാം. എന്നിട്ട് നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞിട്ട് മുമ്പിലത്തെ ഷീറ്റിൻ്റെ വർക്കൊക്കെ ഇന്ന് തീർക്കുമെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. നമുക്ക് പോലെ ഒന്ന് കാണാം അല്ലേ. അപ്പോൾ ഇവരാണ് ഹാരിസ് ഭായ്. അസ്സലാമു അലൈക്കും. അതെ, പിന്നെ നിയാസ്. നിയാസ്കാ വർക്ക് തടസ്സപ്പെടുത്തുന്നില്ല, ഒരു പരിചയപ്പെടുത്തല്, പിന്നെ ഞങ്ങള് വർക്ക് ഞങ്ങള് വയനാട് തന്നെ അല്ലേ? അതെ അതെ, ഓക്കെ. അപ്പൊ എന്നാ തുടങ്ങാം അല്ലേ? പണിയല്ലോ തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ രാവിലെ ഒരു 7:10 അവിടെ നിന്ന് വിട്ട് വൈത്തിരുന്നേ 1.25 മണിക്കൂർ ഇങ്ങോട്ട്. അതെ, തിരക്കുണ്ടായിനോ? ചോരോ? ഇല്ല, ചോരൊന്നും തിരക്കില്ല. രാവിലെ ആയതുകൊണ്ടേ, ഞായറാഴ്ച അതുകൊണ്ട് പ്രത്യേകിച്ച് തിരക്കുണ്ടാവും. അതെ അതെ, രാവിലെ ആയതുകൊണ്ട് തിരക്ക് കുറവാ. എന്നാ നമുക്ക് തുടങ്ങല്ലേ? ഓ, അപ്പൊ നീ വണ്ടികളൊക്കെ ഒന്ന് മാറ്റി പായൊക്കെ ഒന്ന് അയക്കൽ നിങ്ങള്. ഓ ഹംസക്കാ, എന്നിട്ട് നമ്മള് പണിയെടുക്കണമെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട്. എനിക്ക് ഞാൻ പണിയെടുക്കാൻ പറ്റാ എന്നാ നമുക്ക് അർജന്റായിട്ട് 2 ആണി വേണം. അതെന്തിനാ? ഷീറ്റ് മേലെ അടിക്കാനോ? ഷീറ്റ് മേലെ ഒന്നല്ല, അത് വേണം. എല്ലാ പണി നടക്കൂല. അതെന്താ അങ്ങനെ? പണിയെടുക്കാൻ പറ്റില്ല, പണിയെടുക്കല്ലേ. ആണില്ലെങ്കിൽ പണി നടക്കൂല കേട്ടോ. അത് ഞങ്ങൾ അങ്ങനെ 2 ആണിക്ക് വേണ്ടി പണി നടത്തും ഞങ്ങള്? അത് പറ്റില്ല. ഇതെന്താ ഞങ്ങള് ഏതായാലും ഇത്രയും സാധനമായിട്ട് പൈസ ഞങ്ങൾക്ക് നഷ്ടമുള്ളത്. ഞങ്ങൾ ഇവിടുന്ന് പോകും. കാര്യം പറഞ്ഞുതരാം. അല്ല, നിങ്ങൾ കാര്യം പറയുന്നയാ? അല്ല, ആണി വന്നപാട് നിങ്ങൾ ചോദിക്കുന്നില്ല. ഞാൻ ഇതെന്താ നിങ്ങൾ തമാശ ആക്കുക? അല്ല, ഇത്രയും വലിയ സാധനമായിട്ട് 2 ആണി ഇല്ലേറ്റ് നിങ്ങൾ പണി നിർത്തി പോന്നാന്ന് പറഞ്ഞാൽ ഇതെന്താ? ആണി ഇരിക്കും മനസ്സിലാവും, തീർക്കേണ്ട. ആണി ഇവിടെ ഇല്ല, നോക്കട്ടെ. അല്ലെങ്കിൽ നോക്കി. അല്ല, എന്തിനാ ആണി? ആണി ആവശ്യമുണ്ട്. ആണില്ലാതെ ഒരു വരക്കൊക്കെ വേണ്ട ഞങ്ങൾക്ക്. ഇത് സ്ക്രൂ ഡ്രൈവറായിട്ട് വരക്കാൻ കഴിയില്ലല്ലോ. എന്നാ ഒരാണി കിട്ടിക്ക്. എന്തെന്നാ ഇത് ഇത്രയും അർജന്റ് ഉണ്ട്? ഇത് പണി ഞങ്ങൾ ദൂരമായിട്ട് പണി കഴിഞ്ഞ് വരല്ലേ. അതുകൊണ്ട് ഇതെന്തിനാ? ഷീറ്റ് കയറിട്ടാണ് ഞങ്ങളെ ഷർട്ടിലൊക്കെ ചളിയാക്കാൻ. ഈനാണി ഇതില്ലെങ്കിലോ പണി നടക്കൂല തന്നെ. അതന്നെ, ഇത് ചളിയാക്കല്ലേ. പിന്നെ രാവിലെ തന്നെ കോമഡിയാ അല്ലേ? ഞാൻ വിചാരിച്ചത് എന്തെന്നാലും ഇങ്ങനെ. അല്ല, എന്നാലേ പണി നടക്കൂ. ഷാറേ, എന്തായാലും സൂപ്പറായിക്ക്. നിങ്ങൾ സിനിമയിലൊന്ന് ട്രൈ ചെയ്തൂടെ? എന്താ അഭിനയോ? ഇതിങ്ങനെ ഇതൊക്കെ നിർത്തിക്കള. അല്ല, നിങ്ങൾ പണി നിർത്തിക്കള. നിങ്ങൾക്ക് അഭിനയ സിനിമയാണല്ലേ? അപ്പേടി എനക്കില്ല. അപ്പൊ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവര് വയനാട്ടിലെ തണുപ്പത്ത് പണിയെടുത്തിട്ട് ഇവർക്ക് ചൂടൊന്നും പറ്റുന്നില്ല അല്ലേ? എത്രാമത്തെ ചൂടുണ്ട് ഇവിടെ? ഇവിടെ എന്ത് ഒരു ഇളം കാറ്റടിക്കുന്നില്ലേ? ഇവിടെ എന്നാലും കുറവാ. താഴോട്ടെല്ലാം ഭയങ്കര ഇവിടെ. അപ്പൊ നമ്മള് താറപ്പായി കഴിക്കുന്ന ഒരു മഹനീയ കർമ്മ ഇനി ബാക്കിയുണ്ട്. ഇത് മെഞ്ഞാന്നിട്ട് മഴ പെയ്തേരി ഇങ്ങനെ ഉള്ളിൽ വെള്ളം വന്നിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കും. ഇത്ര കാലായില്ലേ ഇത്? 3.5 കൊല്ലായിട്ടുള്ള പായായി കാണുന്നത്. 3.5 വർഷം വെയിലും മഴയും കൊള്ളാണ്ട് നിന്ന ഒരു പായ. എന്നാലും ഇതാ നല്ല. അതെ അതെ, കൊറേ നേരം ഇരിക്കാൻ മാത്രം തോന്നും. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? വീഡിയോ എടുക്കുന്ന ഒരു തെളിവും കൂടിയാ. വയനാട്ടിൽ നിന്ന് വന്നിട്ട് ഇതാ ഇതിന്റെ ബേസിൽ നിങ്ങൾക്ക് പണി കൊണ്ട് ഇനി നിൽക്കുവാൻ നേരം ഉണ്ടാകാറ്. ഇതാ നമ്മളെ ലക്ഷ്യം അല്ലേ? എല്ലാ തന്നെ തിരക്കാന്നാ? അതെ അതെ അതെ, ഞാൻ കണ്ടിക്ക എയറിൽ ഇരുന്നിട്ടാ ഡയലോഗ് അല്ലേ? താറപ്പായ അങ്ങ് കഴിച്ചിതങ്ങ് ഇട്ടാതെ തന്നെ പോലെ മാറി.
റൗണ്ട് കത്തി വാങ്ങിയ കോൺക്രീറ്റിന്റെ അടിയിൽ വെക്കും അല്ല മറന്നു പോയതാ ഈ സാധനം ആ അതിന്റെ കോൺക്രീറ്റിന്റെ അവിടെ വെക്കും അല്ലേ വാങ്ങി മറന്നു പോയതിനു വാങ്ങിയല്ലേ അത് ചുമരുമ്പോ അടിച്ചിട്ടേ നമ്മള് പ്ലേറ്റ് ഓട്ടമില്ലാത്ത പ്ലേറ്റ് ഞങ്ങൾ വാങ്ങിക്കൊടുന്ന് ഇതിന് ഓട്ടം 4 ഓട്ടം വേണം ഓൾസ് വേണം ഓട്ടം ഉള്ളത് എന്നല്ല പറഞ്ഞേ ഓട്ടം ഇല്ലല്ലോ ഓട്ടം ഇല്ല ഇപ്പൊ എന്ത് ചെയ്യൂ ഞങ്ങൾ ഓട്ടം അടിച്ചാക്കണം ഓ ഞാൻ ഓൾസ് ഉള്ളതെന്ന് പറഞ്ഞു ഞങ്ങൾ കട്ട് ചെയ്ത് റെഡിയാക്കും പണി കൂടി അതിന് കുറച്ച് കൂടുതൽ അതെ അതെ ഏതേട്ടാ 3-3.5 വർഷം നമ്മളെ കാത്ത തറപ്പായി നമ്മൾ കഴിച്ചു മാറ്റിയിട്ടോ 3.5 കൊല്ലത്തിൻ്റെ മുകളിൽ പായത് ഗണ്ണ് പായ ഇത്രയും കാലമായിട്ട് എനിക്കിത് മാറ്റേണ്ടി വന്നിട്ടില്ല പക്ഷെ നല്ല പൈസ ഉണ്ടായിരുന്നു അന്നേരം 3000-ൻ്റെ മുകളിലുണ്ടായിരുന്നു പായ്ക്ക് പന്തല് പായ ഇത് നമുക്ക് പച്ച അത് കശുവണ്ടിയില്ലേ അത് നിങ്ങൾ തിന്നോ ഒരു കാര്യം ചെയ്യും നിങ്ങൾ പണി കഴിഞ്ഞിട്ട് തിന്നോ അതിന്റെ ഇടയ്ക്ക് എന്താ പറ്റിയ പണി നിർത്തേണ്ടി വരുമല്ലോ പണി കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നമില്ല ആംബുലൻസ് വിളിച്ചു പോകും പണി കഴിഞ്ഞ് ആംബുലൻസ് വിളിച്ചെങ്കിലും കൊണ്ടുപോകാം കുഴപ്പമില്ല ഇപ്പം അവിടെ വെച്ചേക്ക് മാണ്ടേ സീനാണേ മാണ്ടിയ പണിയെടുക്ക് അത് അതിന്റെ ഉള്ളിലല്ലേ നിന്നേ ഇതുപോലെ ഭർത്താനൊന്നും നോക്കണ്ട പണി വേഗം കഴിയുന്നുണ്ട് കേട്ടോ ഇവരിങ്ങനെ കോമഡി എല്ലാം പറഞ്ഞാൽ രസമായിട്ട് പണിയെടുക്കുന്ന അതാകുമ്പോൾ പിന്നെ ഓലിക്കും ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ അപ്പൊ വാവേനെ കാണാൻ വന്ന എന്നിട്ട് വാവേ നീ കാണാൻ വന്നോ നോക്കടാ ഇതോ ഓനെ ആണുങ്ങളോടാണ് ഓലെടുത്ത് നടക്കുമല്ലോ അതെ ആ അവേ ഇതാരാ ഇതാ ഓയ് ഇതാരാ കഴുത്ത് അന്ന് താങ്ങിക്കാം കുറച്ചുകൂടി അതെ അപ്പോൾ ഇവര് പിന്നെ ചെറുവണ്ണൂരിന്ന് വരികയാണ് എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോനാണ് മോൻ്റെ ഭാര്യയാണ് കേട്ടോ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതാണ് നല്ല മേക്കപ്പിൻ്റെ ഓർഡറെല്ലാം ഉണ്ടേ പറഞ്ഞു അല്ലേ മേക്കപ്പ് ചെയ്യൂലേ ബ്രൈഡൽ മേക്കപ്പ് അങ്ങനെ എല്ലാ മേക്കപ്പുകളും ചെയ്യും ഇപ്പോൾ ഇവിടെ വർക്ക് കാര്യമെല്ലാം ഉണ്ടായിരുന്നു ദൂരെയൊക്കെ വർക്കൊക്കെ കിട്ടും അങ്ങനെ കിട്ടില്ല ആർട്ടിസ്റ്റാണ് കേട്ടോ പിന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യണം നമുക്ക് വെഡ്ഡിങ് ഷൂട്ട് ചെയ്യണം ഒന്നുകൂടി അതെ എന്നാലും നമുക്ക് ഇത് അവിടെ ഷീറ്റ് ഇടുന്ന പോലെ വന്നിട്ട് പണി തുടങ്ങി എനിക്ക് എന്തൊക്കെയോ പറയാനില്ലേനോ ബേക്കില് ഷീറ്റിൻ്റെ നോക്കാനൊക്കെ ആ അതെ ഓയ് ഇതാരാ അവേ ഇതാരാ എന്നാ പിന്നെ ആയിക്കോട്ടെ ഒരു 60 കിലോമീറ്റർ അല്ലേ ഓക്കെ മതി മോൻ മറക്കണ്ട ഞാൻ എടുക്കുന്നില്ല എന്താ ചെയ്യാല്ലേ ആയിക്കോട്ടെ ഇനി വീട്ടിൽ വരുന്നതിന് മുമ്പിട്ട് ഷീറ്റിന്റെ അളവ് നോക്കാൻ ഇനി പോകുന്ന കേട്ടോ പൊരേന്റെ ഉള്ളിൽ ഞാൻ കാറ്റൂല മുറ്റത്തുനിന്ന് പറഞ്ഞിട്ട് ഇങ്ങ് പോരുക ഓക്കെ ആ വീടിന്റെ ഉള്ളിലേക്ക് കയറണ്ട അതിന് ചടങ്ങായിട്ട് കയറണം ഇല്ലെങ്കിൽ ഇവരിൽ കമന്റ് പറയും ഇനി നോക്കിക്കോ മുറ്റത്ത് പോയാ പ്രശ്നമില്ല വീട്ടിന്റെ ഉള്ളിൽ കയറിയ പ്രശ്നമുള്ളൂ എന്നോ ഇപ്പൊ എല്ലാരും പ്രശ്നമായിരിക്കുമല്ലോ കൂട്ടിക്കൊണ്ടുപോലെ നടത്താണ്ട് ഇനി ഇവിടെ വരുന്നതുകൊണ്ട് അത് ഞാൻ തന്നെയുള്ളൂ ഈ ഉള്ളിൽ കയറരുതേ പുറത്ത് നിന്നോളൂ അത് വേണ്ട നല്ല രസമുണ്ട് ഇപ്പൊ താറപ്പായി കഴിച്ചേരോ പിന്നെ വീട് നല്ലൊരു മാറ്റം വന്നിക്ക് ഇതൊക്കെ ഇങ്ങനെയല്ല ആയിക്ക് ഇത്രയും ഷീറ്റ് വരും കേട്ടോ അത്രയും നീളം അതിനുണ്ടോ ശരിക്കും ഇതാ ഇവിടം വരെ അതായത് കോലായി കുറെ ഇങ്ങോട്ടാ നടന്നു ഏത് തെങ്ങൊക്കെ അങ്ങോട്ടാ ഇവിടെ ഞാൻ പറയുന്നത് ഇവിടെ അങ്ങ് ഇന്റർലോക്ക് ചെയ്യാ മിറ്റം എന്നാലും എനിക്ക് മിറ്റത്തിന് സ്ഥലമല്ലോ വയ്യാപ്പുറം പോയൊക്കെ വാ നല്ല വാ അറുപറ്റൊക്കെ എടുത്തേക്ക് എനിക്കിതെല്ലാം കണ്ടിട്ട് ബോധം കെടുന്നുണ്ടാവില്ല മരം മുറിച്ച് അവശിഷ്ടങ്ങളാ അല്ലാണ്ട് തെങ്ങ് ഒരു രസയില്ലേ അല്ല തേങ്ങക്ക് വില ആണ് പക്ഷെ ആ തെങ്ങുമ്പോൾ അങ്ങനെ ഒരു ഉണങ്ങിയ തെങ്ങേന് അതുകൊണ്ട് ആ തെങ്ങ് അതാ മുറിക്കാത്ത
ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണോ നല്ല കാര്യം നോക്കണേ അത് കുത്തിക്കണ്ടേ അതായത് ഇവിടെ ഇത് കണ്ടില്ലേ ഇവിടെ ഈ തെങ്ങുള്ള ഇവിടെയാ ഇവിടെയാണ് തെങ്ങുള്ളത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഷീറ്റ് ഇട്ട അടങ്ങാറാ. അപ്പോൾ ഇവിടം വരെ ഇതിൻ്റെ ഇപ്പറേ ഇടാവും അല്ലേ? അപ്പുറം ഇട്ടാ ബുദ്ധിമുട്ടല്ലേ? തെങ്ങ് ആടുമ്പോൾ സീറ്റ് ഇങ്ങനെ തട്ടൂലേ. മാത്രല്ല അത് ഉള്ളായിട്ട് മാറുമല്ലോ അങ്ങോട്ട് സീറ്റ് ഇട്ടാല്. അപ്പൊ എന്താവും തെങ്ങുമെന്ന് ഒഴുകുന്ന വെള്ളം മൊത്തത്തിനുള്ളിലായിരിക്കും. അപ്പൊ അത് വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്വിച്ചിന്റെ ലെവലായിട്ട് നമുക്ക് കിട്ടും ഉള്ളില്. അതായത് ഇത് കവറാവൂലേ? അത് ആ ബൾബൊക്കെ കവറാവും. അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോ എത്ര ഷീറ്റ് എത്ര വണ്ടി വരും? അതിലെങ്ങനെയാ ഷീറ്റ് വരുക? പ്രശ്നം ഉണ്ടോ? അല്ലാണ്ട് രക്ഷയില്ല. ഇല്ലേ തെങ്ങ് മുറിക്കണം. അതൊക്കെ അല്ലേ? വാഷിംഗ് മെഷീൻ കവറാവും. വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഈ സൈഡിലൊന്നെന്തോ ഇടുന്ന സമയത്ത് എന്തോ കവറിങ് എന്തെങ്കിലും ഒന്ന് ചെയ്യാനാവാൻ നോക്കാം. ഇങ്ങോട്ടൊന്ന് അത് മതി. വെള്ളം അങ്ങ് പുറത്തേക്ക് ഒഴുകി പോകുമ്പോൾ സ്ലോപ്പ് ഇട്ടാ പോരെ? അല്ല അധികം അങ്ങ് ആക്കണ്ട. 10 അടിയാ? 10 അടി മതി. അത് മതി. അല്ലെങ്കിൽ പിന്നെ 12 അടി കിട്ടുള്ളൂ, 11 അടി കിട്ടില്ല. വേണ്ട 10 അടി പോലെ. 10 അടി മതി. അങ്ങ് വരെ വേണ്ടേ? തിരുമ്പുന്നാലേ കവറാവാ? അത് കുറച്ച് കൂടിയ സ്ഥലമുണ്ട്. ഇരുമ്പിന്റെ കല്ലിന്റെ അപ്പുറത്ത് കിട്ടണം അല്ലേ? എന്നാലേ ഇത് 12 അടി സീറ്റ് വേണ്ടി വരും. അല്ല 12 അടി ആകുമ്പോന്ന് പറഞ്ഞാ അത്ര കിട്ടും. അത്ര അതിലിതാ ഇവിടെയാണ് അതില്. അവിടെ ഒരു മതില് എന്തോന്ന് കെട്ടേണ്ടി വരും. 11 അടി കിട്ടണമെങ്കിൽ കിൻഫ്രണ്ട്, നമ്മളവിടെ നാട്ടിൽ കിൻഫ്രണ്ട് വെള്ളാരംകുന്ന് അവിടുത്തെ അങ്ങനത്തെ ഫാക്ടറിയിലേ കിട്ടുള്ളൂ. ഇവിടെ ഈ അൺസൈസ് അല്ലേ, അൺസൈസ് കിട്ടില്ലല്ലോ, സൈസ് അല്ലേ. അപ്പൊ 12 അടി വേണമല്ലേ? 12 അടിന്റെ എത്ര അറിയോ? 1, 2, 3, 4, 5 അങ്ങോട്ടും വേണ്ടേ? 6, 7 എണ്ണം വേണം. ആ അടുപ്പിന്റെ ഇത് നനയുതല്ലോ. അപ്പൊ 7 എണ്ണം വേണം. വിട്ടോ ഇവിടെ വെച്ച് അല്ല ഇന്ന് തീരുവാ എന്നോടാ അടിച്ചു തൊളിച്ചു നോക്കി നിങ്ങള്. ജാഗ പോക പണിയല്ലേ വരിക തീർക്കുക. തീർക്കാണ്ട് ഇവിടുന്ന് വിടൂല, ക്ലോസ് ചെയ്യും. 6 തിരിച്ചങ്ങ് 6:30 ഇപ്പൊ 6:30 ആകുന്നേ. നോക്ക് നിങ്ങള് വയനാട്ടിൽ മാത്രം പണിയെടുക്കോ? ഇല്ല ഊട്ടിയില് മൈസൂരൊക്കെ തണുപ്പുള്ള ഇടത്തിൽ പോവാ? മൂന്നാറിലൊക്കെ? മൂന്നാറ് സ്നേഹം മതിയോ? പൈസ വേണ്ടേ? ഡയലോഗ് ഭയങ്കര. അല്ല ഇവർക്ക് ഇവിടെ ഭയങ്കര ചൂടാവൂല. എന്നാ പിന്നെ മൂന്നാറിനെല്ലാം വിളിച്ചങ്ങൾ പോയിക്കും അല്ലേ? ചൂടാണ് ഈ വയനാട്ടിൽ തന്നെ ആയതുകൊണ്ട് വയനാട്ടുകാർക്ക് നാട്ടിൽ നിന്ന് പണിയെടുക്കാനാവല്ല അല്ലേ? നോക്കിക്കോ മൂപ്പറുണ്ട് കണ്ണിട്ടുന്ന് ഫോണും കൊണ്ട് വന്നേനി. അപ്പോ ഹരിസ് ഭായി പരിപാടിയെല്ലാം കഴിഞ്ഞ പോലെ രണ്ടാൾ ഇതാ പോവാൻ ഇറങ്ങിയിരിക്കാണ്. ഇടങ്ങാറായി പോയാ? നല്ല ചൂടല്ലേ ഇവിടെ അല്ലേ? ചൂടിന്റെ അതെ 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 അതെ. ഓ വർക്ക് സൂപ്പർ വർക്കല്ലേ? നല്ല ഇതാ ഒരു ദിവസം കൊണ്ട് എല്ലാം ഇവര് തീർത്ത് കിട്ടാ. 22 അടി അല്ലേ? 22 അടി ഷീറ്റാണ്. 560 സ്ക്വയർ ഫീറ്റില്ലേ മൊത്തം വർക്ക്? അതെ ആയിക്കോട്ടെ. ഇപ്പൊ 9:10 മണി ആവില്ല പാത്തിന്റെ വർക്ക് ഇരുട്ടായതുകൊണ്ട് ഞങ്ങള് എന്തായാലും ബേക്കിൽ ഉണ്ടല്ലോ വർക്ക്, ഇപ്പൊ കൂട്ടത്തിലാക്കാം. ആയിക്കോട്ടെ. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മളെ ഷീറ്റിൻ്റെ പണിയൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞ് അൽഹംദുലില്ലാ. നമ്മൾ ഷീറ്റിടാൻ വന്ന വൈത്തിരിയുള്ള ആരിസ്കയും പിന്നെ നിയാസ്കയും രണ്ടാളും ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ദിവസം കൊണ്ട് പോലും ഇത്രയും വലിയ വർക്കൊക്കെ തീർത്തിക്ക്. അതായത് അത്യാവശ്യം നല്ല വർക്ക് തന്നെയായിരുന്നു. കാരണം 22 അടി ഷീറ്റ് പിന്നെ ഇടുക, അതിൻ്റെ കാര്യങ്ങളും കാലുറപ്പിക്കലും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പണി തന്നെ ഉണ്ടായിരുന്നു. വന്നേരം തൊട്ട് ഇപ്പോൾ ഒരുങ്ങിയ വെയിലത്ത് അവർ ചെയ്തിക്ക്. ഭയങ്കര പൈസയൊന്നും വാങ്ങിക്കില്ല, ന്യായമായ പൈസയാണ് വാങ്ങിക്കുള്ളൂ. എല്ലാം സെറ്റായിട്ട് ചെയ്തിക്ക്. ഇനി ബേക്കിലത്ത് ഓരോ കൊണ്ട് തന്നെ ചെയ്യിക്കണം. അതായത് പിന്നെ നമുക്ക് ഓരോരുത്തരെങ്കിൽ കണക്റ്റ് ആകുന്നത് ഒരു ഭാഗ്യമാണ്. ഞാൻ പുള്ളീനെ കണ്ടത് വൈത്തിരിയിൽ വെച്ച് ഒരു കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളെ വീഡിയോ ഞാൻ കാണലുണ്ട്, എന്തെല്ലാം വിശേഷം എന്നുള്ളത്. അത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു നമ്മളെ വീട്ടിൽ ചെറിയ ഇൻഡസ്ട്രിയൽ വർക്കെല്ലാം ഉണ്ട്, അതിനെന്താ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട്
അങ്ങനെ കണക്റ്റ് ആയതാണ്. അപ്പോൾ ആ കണക്ഷൻ കൊണ്ട് നമുക്ക് വർക്കൊക്കെ നമ്മളെ കൂടെ നിന്ന് മൂപ്പര് അടിപൊളിയായിട്ട് ചെയ്തില്ലേ. എന്ത് കാര്യം, അതായത് ഒരു ജോലിക്ക് ഒരാളെ നമ്മൾ വിളിക്കുമ്പോൾ അയാളുമായിട്ട് നമുക്ക് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അയാൾ വലിയൊരു ദേഷ്യക്കാരിയല്ലേ, ഒന്നും അങ്ങോട്ട് പറഞ്ഞുകൂടാ, അയാൾ പറയുന്നത് ഇങ്ങോട്ട് വെക്കണം, അങ്ങനെയുള്ളതൊക്കെ സാഹചര്യം ആകുമ്പോൾ നമുക്കൊന്നും ചെയ്യാനാകില്ല, നമ്മളെ ഐഡിയാസ് ഒന്നും പറയാനാകില്ല. അപ്പോൾ അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാനൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത്, ഇങ്ങനെ പണിയൊക്കെ നടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യം അവരുമായിട്ട് കറക്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. എനിക്ക് എങ്ങനെയൊക്കെയാണ് വേണ്ടത്, അതിന് പറ്റും. അപ്പോൾ ഓല ഐഡിയ പറയും, അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാനുള്ള. അങ്ങനെ തന്നെ എല്ലാവരും അല്ല, പക്ഷേ ചിലർ അങ്ങനെയല്ല. ഓല എന്തേന്ന് പറയും, അതങ്ങനെ നോവില്ല, അതങ്ങനെ അതിൻ്റെ ആവശ്യമില്ല, ഇത് ഇത്ര പോലെ. മറ്റേ ഓല അഭിപ്രായം ഇങ്ങോട്ടാണ് പറയാം. നമ്മളെ അഭിപ്രായത്തിനൊരു എന്തോ ഒരു പിന്നെ ഫൗള് പറഞ്ഞ പോലെ അങ്ങ് അടിച്ചമർത്തി നമ്മളങ്ങ് ഫൗളായി കളയും. അങ്ങനെയുള്ള പണിക്കാരൊക്കെ ഉണ്ട് ചിലർ. അങ്ങനെയുള്ള പണിക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പൊക്കെ. പക്ഷേ ഇപ്പോൾ ഇവരെ പോലെയുള്ളവരൊക്കെ ഇങ്ങനെ കണക്റ്റ് ആകുന്നതൊരു സന്തോഷമാണ് കേട്ടോ. വേറെയും കുറേ വർക്ക് മൂപ്പറെ കൊണ്ടുകൂടെ ചെയ്യിക്കാനുണ്ട്. അതൊക്കെ എനിക്ക് പോകെ ചെയ്യാം. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, മിന്നും കുഞ്ഞും വരുമ്പോൾ അവളും കുഞ്ഞും ഇവിടെ സേഫായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ വർക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. കാരണം ഞാൻ നാളെ ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ കുഞ്ഞിനെ ഓളും സേഫായിരിക്കണം. കുഞ്ഞൊന്ന് നടക്കുന്ന സമയമൊക്കെ ആയാലും ഓനൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ഓടിയാലും ഓൾ അണ്ടറിലായിരിക്കണം. വേറൊരാൾക്ക് കാണുമ്പോൾ വിചാരിക്കുമായിരിക്കും, ഇതെന്തിനാ അവൻ അത്രയും നീളത്തിൽ ഷീറ്റ് ഇട്ട്, ഇവനെന്താ പെരാന്താ ഇത്ര വല്ലതും കിട്ടാൽ പോരെ, കുറഞ്ഞ പൈസയില്ലാവും. അതല്ല, എനിക്ക് ഇത്ര ഇട്ടതിന് പിന്നിൽ എനിക്കൊരു മൈൻഡിലൊരു കാര്യമുണ്ട്, അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു കാര്യമുണ്ട്. അത് വേറൊരാൾക്ക് മനസ്സിലാവില്ല. അത് പക്ക ഞാൻ മിന്നുവിൻ്റെ കംഫർട്ടിന് വേണ്ടി മാത്രം, ഓളാ കാഴ്ച പരിമിതി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഓൾ കുഞ്ഞിനെ ഓൾ അണ്ടറിൽ തന്നെ വരണം എന്നുള്ളത് കൊണ്ടും ഓളെ സന്തോഷത്തിനും വേണ്ടി തന്നെ ചെയ്യുന്നു. ഓളെ കംഫർട്ടിന് വേണ്ടി ഇനി ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുള്ള പൈസയും പഠിച്ച നമുക്ക് അങ്ങനെ തരട്ടെ എന്ന് മാത്രം പറയട്ടെ. അപ്പോൾ ഇന്ന് വീഡിയോ നിർത്തുകയാണ് കേട്ടോ. തുടർന്നുള്ള ഓരോ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ബൈ.